നമ്മുടെ കുട്ടീസിന്റെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുർക്കുറെ ഇനി കടയിൽ നിന്നൊന്നും കാശ് കൊടുത്ത് മേടിക്കണ്ട കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് കുറഞ്ഞ ചേരുവയിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് പാക്കറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കുർക്കുറെ നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ദാ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ ഒരു പാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അടുപ്പത്തേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാമല്ലോ. അതുകൊണ്ടാണ് അത്യാവശ്യം വലിപ്പമുള്ള നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയും അതേപോലെ തന്നെ 1/4 കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈ ഗോതമ്പ് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങി ഉള്ളൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ശരിക്കും ഒന്നുകൂടി മിക്സ് ആക്കി ഇതാ കട്ടകളൊന്നുമില്ലാതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം തന്നെ ഒന്നുകൂടി ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വേണം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ട് നല്ലോണം തന്നെ ഒന്നുകൂടി കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നുകൂടി റെഡിയാക്കി എടുക്കുക. കണ്ടോ, ഇതിപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനിയിപ്പോൾ നമുക്ക് നേരെ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് നല്ലോണം തന്നെ ഒന്നുകൂടി കുറുക്കിയെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ തന്നെ എടുത്തത്. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്നുകൂടി കുറുകി വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്നും ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അടുക്കി പിടിക്കും. ഒരു മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ ഒന്നുകൂടി കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നുകൂടി കുറുകി വന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ ബട്ടർ അങ്ങ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ നമ്മുടെ കുർക്കുറ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇതാ നല്ലോണം തന്നെ ഒന്നുകൂടി കുറുകി ശരിക്കും ഒന്നുകൂടി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലെടുത്ത് കുറച്ചൊന്ന് നോക്കുമ്പോൾ ചെറിയ ചെറിയ ബോൾസ് പോലെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്തൊക്കെയും ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ വെച്ചിരുന്നത്. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ഇപ്പം നല്ല ചൂടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. ഈ സമയത്ത് കയ്യിലൊന്നും എടുത്ത് കുഴയ്ക്കാനായിട്ട് പറ്റില്ല കേട്ടോ. വലിയ ചൂടൊന്ന് ആറി ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഇതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഈ സമയത്ത് ഒരു ചെറിയൊരു ചൂടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ആ ചൂടിൽ തന്നെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി കുഴച്ചെടുക്കുക കേട്ടോ. ഒരുപാട് തണുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ട് കട്ടിയായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചൂടിൽ തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറയുന്നത്. കോൺഫ്ലോറും കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ട് തന്നെ ശരിക്കും ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുക. നമ്മളിങ്ങനെ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാലാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ നമ്മുടെ കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കയ്യിലാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് കുഴക്കില്ല, ആ ഒരു രീതിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയമൊന്നും കളയാതെ കയ്യിൽ കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് പറ്റി കൊടുത്തിട്ട് ഇതേപോലെ കുട്ടി കുട്ടി ബോൾസ് പോലെ ഇങ്ങോട്ട് ആക്കി നല്ലോണം തന്നെ നമുക്ക് കുർക്കുറയുടെ ആ ഷേപ്പിൽ ഇങ്ങോട്ട് ആക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് കനത്തിലും അല്ല, എന്നാൽ തീരെ അങ്ങോട്ട് കനം കുറഞ്ഞിട്ടുമല്ല. കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരു പാകത്തിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ മിക്സും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാവേ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും കേട്ടോ. 2 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെറിയ ചെറിയ ഷേപ്പാക്കി അങ്ങോട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഒരാൾ തന്നെയാകുമ്പോൾ കുറച്ച് സമയം വേണ്ടി വരും. ഞാനിവിടെ ഒരു 1/4 ഭാഗം നിറച്ച് ഒരു പ്ലേറ്റ് നിറയെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറുകുറയുടെ അതേ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. കാണാനൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയമൊന്നും കളയാതെ നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി 2 വശം മുരിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഓയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കുറുക്കുറയും ഇതേപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. അതുപോലെ തന്നെ ഗ്യാസിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട കേട്ടോ. മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെഡി ആയിട്ട് വന്നോളും. കണ്ടതാ 2 വശത്തിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഈ ഒരു കളറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മതി. ഇതിങ്ങോട്ട് കോരി എടുത്തിട്ട് അടുത്തതും നമുക്ക് പെട്ടെന്ന് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്നത് ഒരു ബൗളിലേക്ക് ആട്ടോ മാറ്റി കൊടുക്കുന്നത്. ഇനി അതിന്റെ മേളിലേക്ക് കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാലയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മളിപ്പോൾ പ്ലേറ്റിൽ റെഡിയാക്കി വെച്ച കുർക്കുറ മാത്രമായിട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അതിനുശേഷം മസാലയൊക്കെ പറ്റി കൊടുത്തതിന് ശേഷം വേണം അടുത്ത ബാച്ച് നമ്മൾ വേറെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാം അങ്ങോട്ട് തണുത്തു പോകും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ.
കണ്ടതാ ഞാനിപ്പോൾ ആ പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ഫ്രൈ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കളറിനും എരിവിനും വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മാത്രം നമ്മുടെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ചാറ്റ് മസാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാല ഒഴിവാക്കിയിട്ട് അതിന് പകരം ചാറ്റ് മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലാത്തതുകൊണ്ട് ചാറ്റ് മസാല നമ്മൾ ഒഴിവാക്കുകയാണ്. ഫ്രൈ ഇതേപോലെ നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ചൂടോടുകൂടി അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റുള്ള കുറുക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് ഒരുമിച്ച് എല്ലാം കൂടി ഫ്രൈ ചെയ്ത് തണുപ്പിച്ച് കളയാതെ കുറച്ച് കുറച്ച് ഫ്രൈ ചെയ്ത് മസാലയൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ റെസിപ്പി ഒന്ന് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.